എനിക്കറിയായിരുന്നു മോള് തന്നെ ജയിക്കുമായിരുന്നു. കാരണം പെൺകുട്ടികളും ആൺകുട്ടികളെക്കാളും ബെറ്റർ ആണ്. മോള് ബെസ്റ്റ് അല്ലേ, അതുകൊണ്ട് ജയിച്ചതാ. എന്തുകൊണ്ട് പെൺകുട്ടികൾ മാത്രം? എന്തുകൊണ്ട് ആൺകുട്ടികളും ജയിക്കുമല്ലോ? അതുപോലെ തന്നെ ആൺകുട്ടികൾ പറഞ്ഞ ജെന്റിൽമാരാ. അതുകൊണ്ട് ഇപ്പൊ മനപ്പുറം തോറ്റുകൊടുത്ത് തന്നെ ആയിരിക്കും. കാര്യം പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുമായി ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റില്ല. നീ എന്ത് വിഡിതമാ പറയുന്നത്? വെട്ടിത്തമല്ല, സത്യം പറഞ്ഞാണ് തോട്ടക്കോലെ. മിക്ക കേസുകളിലും പെൺകുട്ടികൾ ജയിക്കാനുള്ള പ്രധാന കാരണം ആൺകുട്ടികൾ വിട്ടുകൊടുക്കുന്നതാണ്. നീ എന്താ കരുതിയത്? ഒരു മിനിറ്റ് പോലും കണ്ണടയ്ക്കാതെ കണ്ണോട് കണ്ണു നോക്കിയിരിക്കുന്ന കളി ഈസി ആണെന്നാ? തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഇവനാണെങ്കിൽ തോറ്റും കൊടുത്തു. എന്നാ ശരി, ലെറ്റ്സ് പ്ലേ ജസ്റ്റ് യു ആൻഡ് മീ 1 on 1. എന്നാ നമുക്ക് മത്സരിച്ചു നോക്കാം. പിന്നെ ആണ് പെണ്ണെന്നുള്ള വേർതിരിവും കൊണ്ട് വരരുത്. എന്താ, സമ്മതമാണോ? സമ്മതമാണ്. ഇനി നിന്നെ തോൽപ്പിച്ചിട്ട് തന്നെ വേറെ കാര്യം. നീ ഒരു കാര്യം ചെയ്യുവോനെ, കുറെ ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് വാ. നിന്റെ സൃഷ്ടി ചേച്ചി കുറെ കരയാൻ പോവുകയാണ്. Really? Yeah. Let's see. Go, 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 go. Hey, ഒരു മിനിറ്റ് മോനെ, അവിടെ തന്നെ പോയി നിന്നേ. ഇനി ഒരു പക്ഷെ ഞാൻ ജയിച്ചാ നീ കണ്ട സ്വപ്നം എന്താണെന്ന് എന്നോട് പറയണം. നിനക്ക് സമ്മതമാണോ? ഫൈൻ. ഈ പൊന്ന ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ് എന്റെ അവസ്ഥ. ഇനി എന്ത് ചെയ്യും? ഒരു വശത്ത് സരളയുടെ ഫാമിലി, മറുവശത്ത് ഈ നമ്പ്യാർമൺ ഞാൻ വരുന്നതും കണ്ടു. ഈ ഷെർലിൻ അവളുടെ അമ്മ വരുന്നത് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പാർട്ടിക്കേ വരില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഈ പാർട്ടിയിൽ വെച്ച് സഞ്ജനെ ഒഴിഞ്ഞു നടക്കേണ്ടി വരും. ഷെർലിൻ അല്ലാതെ എന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ആൾ ആ സഞ്ജന മാത്രമാണ്. ഈ ജാനകി എന്നെ കുറെ നേരമായിട്ട് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. ഈ ഇടയായിട്ട് അവരെന്നെ വല്ലാത്ത പ്രശ്നങ്ങളിലാക്കുവാണല്ലോ. ചിലപ്പോൾ എന്നെ കാണുമ്പോ ഇവരുടെ ഓർമ്മ തിരിച്ചു കിട്ടുവാണെങ്കിലോ? ഇതത്ര സേഫ് അല്ല. ഞാനിവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. തൽക്കാലത്തേക്ക് എങ്ങോട്ടെങ്കിലും ഓടിക്കാം. ജാനകി, നീ എന്താ അവനെങ്ങനെ നോക്കുന്നത്? എക്സ്ക്യൂസ് മീ, ഐ വിൽ ബി റൈറ്റ് ബാക്ക്. പൃഥ്വിയാണത്, നമ്മുടെ ഭാവി മരുമകൻ. ഇവന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അല്ലേ ചേച്ചി, നല്ല ഹാൻസം ആണ്, നല്ല കളറും തോന്നുന്നു, നല്ല ചാമിങ് ആണ്, അത്യാവശ്യം നല്ല കാശുള്ള വീട്ടിലാണെന്ന് തോന്നുന്നു. വില കൂടിയ കാറും വലിയ ബംഗ്ലാവൊക്കെ കാണുമായിരിക്കും. എന്റെ പൊന്ന് ജാനകി, നിനക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇല്ലമ്മേ, അങ്ങനെ ചിരിച്ചു കളയാനുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്വർണത്തിൽ മൂടിക്കിടക്കുന്ന ഒരു രാജകുമാരനെ അത്ര എളുപ്പം നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ഇതിലെന്തോ പ്രശ്നമുണ്ട്. അവൻ നമ്മുടെ കുട്ടിക്ക് ചേരുന്ന ആള് തന്നെയാണെന്ന് പറയില്ലേ നീ? സംസാരിക്കുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കേ. പ്രീതാന്ന് വെച്ച ലക്ഷത്തിലൊരുത്തിയാണ്. അവക്ക് ഇതുപോലത്തെ ഒരു പയ്യനെ കിട്ടില്ല. നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. പ്രീതയ്ക്ക് ഇത്രയും നല്ലൊരു ചെറുക്കനെ കിട്ടിയതിന്. നീ എന്തും അങ്ങ് കേറി പറയാണോ? അവരെത്ര നല്ല ജോഡിയാ. എന്റെ മകൾ ഷെർലിന്റെ കൺവെട്ടത്ത് നീ കാണരുത്. ഞാൻ പറയുന്നത് നീ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ മകൾ ഷെർലിന്റെ അടുത്തെങ്ങനെ നീ വന്ന അന്ന് രാത്രി നടന്ന സംഭവം വീണ്ടും ആവർത്തിക്കപ്പെടണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. എപ്പോഴൊക്കെ ഞാൻ ആ രാത്രിയെക്കുറിച്ച് ആലോചിക്കുന്നു, അപ്പോഴൊക്കെ എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റാതാവും. ഞാനല്ലാതായി തീരുക തന്നെ ചെയ്യും. നീ ഒരു മനുഷ്യനല്ല, നീ ഒരു മൃഗമാണ് പൃഥ്വി. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാൻ എന്റെ മോൾ ഷെർലിനെ നിന്റെ ട്രാപ്പിൽ വീഴാതെ സംരക്ഷിക്കും. ഞാൻ നിന്റെ ഈ യഥാർത്ഥ മുഖം എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവന്നാലുണ്ടല്ലോ, പിന്നെ നിന്റെ ഈ തല പുറത്ത് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല പൃഥ്വി. ഓ, ഇവിടെ നിൽക്കുവല്ലേ? നേരെ ചൊവ്വ എന്നൊന്ന് വിഷയം ഇതുപോലുമില്ല. ഇവിടെ ഒരു പാഠം പഠിപ്പിച്ചിട്ടെന്ന കാര്യം. ഐ വിൽ ബി ബാക്ക്. ഒന്നാമത് നിന്റെ ആക്ഷൻ തെറ്റാണ്, അതിന്റെ കൂടെ റിയാക്ഷനും.
ഒന്നും ശരിയല്ല. എടി ഞാൻ ഓ എന്ന് പറഞ്ഞല്ലോ, ഞാൻ അറിയാതെ സ്ലിപ്പായി പോയതാ. നിനക്കറിയാലോ നിന്റെ ഈ ഓ യാ വാവ് ഒട്ടും ശരിയല്ല. ആരും നിന്നെ മാനേഴ്സ് ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നിനക്കൊരു സോറി എങ്കിലും പറഞ്ഞൂടെ? സോറി എന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറയാലോ. നീ എന്നെ മാനസ് പഠിപ്പിക്കാൻ വരാണോ? നീ നിന്റെ മാനസിന് സീറോയാ, ബിഗ് സീറോ. എനിക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയപ്പോ എല്ലാവരും വന്ന് എന്നെ അഭിനന്ദിച്ചു. എന്നിട്ട് നീ മാത്രം എന്താടി കാണിച്ചത്? നീ എന്താ ചെയ്തേന്ന് എന്റെ മുഖത്ത് അടിക്കുന്ന പോലെ വെരി ഗുഡ് കിരൺ എന്ന് പറഞ്ഞ് അങ്ങ് പോയി. ദാറ്റ്സ് ഇറ്റ്. ഓഹോ റൈറ്റ്. ഞാൻ ശരിയായിട്ടുള്ള കാര്യം തന്നെ ചെയ്തത്. പ്രീത ആർക്കൽ, ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോട് കളിക്കാൻ പോവാ. എന്റെ ആരാധകർ, എന്റെ കൂട്ടുകാർ, എന്റെ ഫാമിലി അവരെല്ലാവരും എന്നെ ഓർത്ത് സന്തോഷിക്കാടി. എന്നിട്ട് നീ എന്താ ചെയ്തേ? മുഖത്ത് അടിക്കുന്ന പോലെ ഒരു വെരി ഗുഡ് പറഞ്ഞ് അങ്ങ് പോയി. ദാറ്റ്സ് ഇറ്റ്. ഒരു കാര്യം പറ, നീ അത്ഭുതം എങ്ങനെയാ സാധിച്ചെടുത്തേ? ഐ മീൻ നീ ഒരിക്കൽ പോലും പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. ഐ നോ, എന്റെ അടുത്ത് പറഞ്ഞു. എടി പൊട്ടിക്കാളി, നീ വിചാരിക്കുന്നുണ്ടാവും നീ വളരെ സ്മാർട്ട് ആണെന്ന്. പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ നീ സ്മാർട്ടിനെ അടുത്ത് പോലും എത്തില്ല. എന്നെ പോലെ തലയുള്ള ആൾക്കാർക്ക് പ്രാക്ടീസ് ഇല്ലെങ്കിലും സെലക്ട് ആവാൻ പറ്റും. അത് പോസിബിൾ ആണ്. പിന്നെ ഞാൻ എന്തിനാ നിനക്ക് വെരി ഗുഡ് പറയുന്നതെന്ന് അറിയാമോ? കാര്യം എനിക്ക് തോന്നുന്നു നീ എല്ലാ തവണയും ചെയ്യുന്ന പോലെ ഏതെങ്കിലും സെലക്ടറിന്റെ മോള് വളച്ചെടുത്തിട്ടുണ്ടാവും. ഐ മീൻ ആ പെണ്ണിനായിട്ട് വട്ടം കളിപ്പിക്കുന്നുണ്ടാവും. കാര്യം നിനക്ക് പെണ്ണുങ്ങളെ വട്ടം കറക്കാൻ നല്ല കഴിവാണല്ലോ. അങ്ങനെ നീ സെലക്ട് ആയി, നിന്റെ പ്ലാൻ വർക്ക്ഔട്ട് ആയി. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വെരി ഗുഡ് പറയുന്നത്. നീ ചുമ്മാ ഓർന്ന് വിളിച്ച് പറയില്ലടി. ഞാൻ ഏതെങ്കിലും പെണ്ണിനെ വളച്ചല്ല സെലക്ട് ആയതിന്റെ കഴിവുണ്ടാടി. ഓക്കെ റിയലി? യാ. എങ്കിൽ ഇത് പറ, നീ ഇതുവരെ ഒരു പന്തിന്റെ പുറകെ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പെൺകുട്ടികളുടെ പുറകെ പോകുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓ പ്രീത ആർക്കൽ, മിസ് ഡംബോ, നീ മറന്നുപോയടി. ഞാൻ കിരൺ നമ്പ്യാരാ, കിരൺ നമ്പ്യ. ഞാൻ പെമ്പിള്ളാരുടെ പുറകെ നടക്കാറില്ല, പെമ്പിള്ളാർ എന്നെ തേടിയടി വരുന്നേ. ഓക്കെ, പിന്നെ ഞാൻ നല്ലൊരു പാവം പയ്യനായതുകൊണ്ട് ആരുടെ ഹൃദയവും തകർക്കാൻ ശ്രമിക്കാറുമില്ല. അതിനൊരു അതിശയവും ഇല്ല. അതെ, നല്ല പയ്യന്മാരെല്ലാം മരിച്ചുപോയോ? ഐ മീൻ പെൺപിള്ളേരെല്ലാം ഒരു തവണ നിനക്ക് പറ്റിക്കാൻ പറ്റൂ, പിന്നീട് അവർ അവരുടെ തെറ്റ് മനസ്സിലാക്കും. അതുപോലെ തന്നെ ചില പയ്യന്മാരുണ്ടല്ലോ, സോറിയുടെ അർത്ഥം അറിയില്ലെങ്കിൽ പിന്നെ ഗേൾ ഫ്രണ്ട്സിനൊക്കെ എങ്ങനെ കിട്ടാനാണ്? ഒരിക്കലും ഒരു മിനിറ്റ്, നീ ഒന്ന് വെയിറ്റ് ചെയ്യടി. എന്റെ എക്സ്പ്രഷൻ ഓ ഐ എം സോറി എന്നായിരുന്നു. ഓ അല്ലാതെ കളിയാക്കാറില്ല. ക്രിക്കറ്റ് ഏതൊരു ദിവസമാണോ എനിക്കൊരു കുരങ്ങനെ കുറിച്ച് എസ് എഴുതേണ്ടത്, അന്ന് ഞാൻ നിന്റെ എല്ലാ എക്സ്പ്രഷനും എഴുതിയിരിക്കും. ഇപ്പൊ തൽക്കാലം ഞാൻ കുറച്ച് ബിസിയാണ്. കിരൺ നമ്പ്യാരോട് പോലും സംസാരിക്കാൻ സമയമില്ലാണ്ട് നീ ബിസിയാണോ? യെസ്. എന്റെ അമ്മ എന്തൊരു പെണ്ണ ഇവള്. ഒരിക്കൽ പോലെ എന്നോട് നേരെ ചൊവ്വേ സംസാരിച്ചിട്ടേ ഇല്ല. 1 2 3 സ്റ്റാർട്ട്. സമീർ അങ്കിൾ, ഈ കളി നമുക്ക് ജയിക്കണം. ഇവൻ കണ്ണടിച്ചു. നീ തോറ്റു. നീ കണ്ണടിച്ചല്ലേ. നീ തോറ്റു. ഓ മൈ ഗോഡ്, ബോയ്സ് തോറ്റു. ലൂസർ. നോക്ക് സൃഷ്ടി, അയാൾ വന്നെ തള്ളിയത് കൊണ്ടാണ് ഞാൻ അറിയാതെ കണ്ണു ചിമ്മിപ്പോയത്. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എപ്പോഴും തോപ്പിച്ചേ. എപ്പോഴാ തോൽപ്പിച്ചേ? ഒന്ന് പോടോ. കുട്ടികളെ, ഒരു കാര്യം ചെയ്തേ, പോയി ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയോ. എന്തിനാണെന്നോ, നിങ്ങളുടെ അങ്കിളെ ഇപ്പൊ പൊട്ടി പൊട്ടി കരയാൻ പോവാ. വേഗം പോയിട്ട് വായോ. നീ എന്താ എന്നോട് പറഞ്ഞേ? ആണുങ്ങളെ പെൺകുട്ടികളെ ജയിക്കാൻ അനുവദിക്കുമെന്നോ? ഇപ്പൊ തനിക്ക് എന്താണോ പറ്റിയത്? അതെ, ഞാൻ നിന്നോട് എന്താ ചോദിച്ചെന്നോ? നീ സ്വപ്നത്തിൽ എന്താ കണ്ടേ? പറയ്. സ്വപ്നത്തിലോ? ഓ എനിക്കത് ഓർമ്മ വരുന്നില്ല. ഒരു മിനിറ്റ്. ഓർമ്മ വന്നു. എന്താ? അത് കിരൺ ചേട്ടൻ എന്നെ എന്തോ അത്യാവശ്യത്തിന് വിളിക്കുന്നുണ്ടായിരുന്നു. നീ ഇടയ്ക്ക് കയറി വന്നത് കൊണ്ട് ഞാനതങ്ങ് മറന്നുപോയി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ബൈ 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 ബൈ. വെയിറ്റർ, ജസ്റ്റ് എ മിനിറ്റ്. പൃഥ്വി, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എന്താ പറ്റി നിനക്ക്? ഹാവ് എ ഡ്രിങ്ക്. താങ്ക് യു ആന്റി. വെൽക്കം. നിങ്ങളും എടുക്കുന്നേ. പ്ലീസ് എൻജോയ് ദ പാർട്ടി. ഡെഫിനറ്റ്ലി. അങ്ങനെയാ, isn't it? ചേച്ചി, എന്ത് പറ്റി? ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഓഫ് കോഴ്സ് എടുത്തി. ലുക്ക് അറൗണ്ട്. എന്തൊരു എക്സൈറ്റ്മെന്റ് ഇവിടെ എല്ലാവർക്കും. ഈ ഡെക്കറേഷൻസ്, മീഡിയ, ഇറ്റ് ഹാസ് ബീൻ ലൈക്ക് എ പെർഫെക്റ്റ് പാർട്ടി. ഐ ആം സോ ഹാപ്പി ഫോർ കിരൺ. എന്റെ മനസ്സിലുള്ള കാര്യം തന്നെ ചേച്ചി പറഞ്ഞത്. ഈ പാർട്ടിയെ പറ്റി എന്താ പറയുക? ഇതെല്ലാം ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ദിസ് ഇസ് എ സൂപ്പർ ഹിറ്റ് പാർട്ടി ചേച്ചി.
വളരെ ശരി എടുത്തി. പക്ഷേ എടുത്തി, എനിക്കിപ്പോ എന്താന്നറിയില്ല, ചെറിയൊരു ടെൻഷൻ തുടങ്ങിയിട്ടുണ്ട്. നാളെ ഒറ്റ ഒരു ദിവസമേ ബാക്കിയുള്ളൂ. മറ്റന്നാള് രോഹിത്തിന്റെ എൻഗേജ്മെന്റ്, പിന്നെ മൈലാഞ്ചിടൽ. ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും? സൗണ്ട്സ് ഇമ്പോസിബിൾ. എനിക്കറിയായിരുന്നു ചേച്ചി ഇതൊന്നും അത്ര എളുപ്പമാകില്ലായിരുന്നു എന്ന്. അതുകൊണ്ടാ ഞാൻ എന്ത് ചെയ്തു എടുത്തി? അതുകൊണ്ടാ ചേച്ചി ജോൽസിനോട് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങിയത്. റിയലി? ആ, വാവ്. നമ്മുടെ രോഹിത്തിന്റെ ചടങ്ങിന് കുടുംബത്തിലുള്ളവരെല്ലാരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. സൂപ്പർ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തത്. റൈറ്റ്. എന്റെ ആഗ്രഹം ഇനിയുള്ള രോഹിതിന്റെ എല്ലാ ഫംഗ്ഷനും നമ്മൾ ഫുൾ ആഡംബരത്തോടെയും എന്റർടൈൻമെന്റോടെയും ചെയ്യണം. അങ്ങനെയല്ലേ ചേച്ചി? പിന്നെ ചേച്ചിക്കറിയാലോ നമ്മൾ എത്രമാത്രം നിർബന്ധിച്ചിട്ടാ രോഹിത് ഈ കല്യാണത്തിന് പോലും സമ്മതിച്ചതെന്ന്. അതുകൊണ്ടാ ഈ ചടങ്ങിന് ഇത്രയും ആഡംബരവും ഫുൾ എക്സൈറ്റ്മെന്റും. സൂപ്പർ ന്യൂസ്. സീരിയസ്ലി എടുത്തി, ഇതെന്താന്ന് വെച്ചാ ഒരു റോക്കിംഗ് ന്യൂസ് ആയി മാറി. ഇനിയിപ്പോണ്ടല്ലോ ഇന്നത്തെ ഈ പാർട്ടിയിൽ ഞാൻ എൻജോയ് ചെയ്യും. എടുത്തി നന്നായി എൻജോയ് ചെയ്യണേ. ചേച്ചി, പാർട്ടി എന്ന് പറഞ്ഞാല് ഫുൾ എൻജോയ് ചെയ്യാനുള്ളതാ. Damn it. അതായത് നിശ്ചയം ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. രോഹിത്തിന്റെ ഷെർലിന്റെ കല്യാണത്തിന് എന്താ ഇത്ര താമസം ഉണ്ടാവുന്നത്? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം, വളരെ ധനികരായിട്ടുള്ള ആൾക്കാരും. എന്നാലും എല്ലാവരും നല്ലവരാ. അവർക്കൊക്കെ സരള ചേച്ചി അറിയാം. അപ്പൊ ഉറപ്പായിട്ടും എന്നെ അറിയുമായിരിക്കും. ആ, ജാനകി ചേച്ചി പാർട്ടിയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിങ്ങൾ ആരാണെന്നുള്ളത് ഓർത്തെടുക്കാനേ കഴിയുന്നില്ല ഇപ്പോ. ജാനകി ചേച്ചിക്ക് എന്തോ ഓർമ്മക്കുറവുള്ളതുപോലെ തോന്നുന്നല്ലോ. കുഴപ്പമില്ല ചേച്ചി, ഒന്നും പേടിക്കണ്ട. ഒരു കാര്യത്തെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട. മാത്രമല്ല ചേച്ചി ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാ വരുന്നത്. ഒരു കാര്യം ചെയ്യേ, ഇനി ഇടയ്ക്കിടയ്ക്ക് എല്ലാവരെയും കാണാനായിട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് വാ. അപ്പോൾ ഞങ്ങളോട് എല്ലാവരോടും ഒരു അടുപ്പം തോന്നുമല്ലോ. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓ ഗോഡ്, ജാനകി, അതും രാധികേന്റെ കൂടെ. എന്തായാലും അവരെന്നെ കണ്ടു. ഇനി തിരിഞ്ഞു നടക്കാൻ പറ്റില്ല. ആന്റിക്ക് അത് വിഷമാവുകയും ചെയ്യും. മാത്രമല്ല സംശയിക്കാനും ഇടവരും. എന്താ ജാനകി ചേച്ചി, എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ജാനകിക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഷെർലിൻ, എനിക്ക് നിന്നെ മനസ്സിലായി ഷെർലിൻ. ഇല്ല, ആന്റി വേറെ ആരോ ആണെന്ന് വിചാരിച്ചായിരിക്കും. എനിക്ക് ബോധം വന്നപ്പോൾ മോള് സരള ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നില്ലേ? സരള ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു മോളുടെ പേര് ഷെർലിനാണെന്ന്. ഓ താങ്ക് ഗോഡ്. ഇതിനർത്ഥം ജാനകിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ല. ഇവർ ഇന്നലെ നടന്ന കാര്യമാണ് സംസാരിക്കുന്നത്. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഹാ ആന്റി, ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ ശരിയായോ? എല്ലാം ഓക്കെ അല്ലേ? നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? അതെ, കണ്ടു. എനിക്കിപ്പോ നല്ല സുഖമുണ്ട്. ദൈവത്തിന്റെ കരുണ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. വെരി നൈസ്. നമുക്ക് പിന്നെ കാണാം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എക്സ്ക്യൂസ് മീ. ഈ കുട്ടി എന്താ പെട്ടെന്ന് പോയത്? ഞാനെന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു? ഇവൻ എന്തൊരു വൃത്തിയുടെ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ വിചാരിച്ചത് ഇവന് നല്ല മാറ്റം ഉണ്ടെന്ന്. ഇപ്പൊ 1 ഡേ ക്രിക്കറ്റിന് സെലക്ട് ആയി. ഇനി ഇവൻ തറയിലൊന്നും ആയിരിക്കും. ഓ എടി മിസ് മെന്റൽ, ഇങ്ങനെ ഇത്രയും സ്പീഡിൽ അങ്ങ് ഓടിപ്പോലെ തെന്നി വീഴുന്നി. കഴിഞ്ഞ പ്രാവശ്യം ഷേണിന്റെ ബോയ് ഫ്രണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തെന്നി പോയതുണ്ടല്ലോ, നിന്റെ കുറ്റം കൊണ്ടാടി. ഓ, കഴിഞ്ഞ വർഷത്തെ കലണ്ടറെ ഇപ്പോഴും എന്തിനാ ഈ പഴങ്കഥകളും കൊണ്ട് എന്റെ പിന്നാലെ നടക്കുന്നത്? ഇനി എന്റെ കുറ്റം പറയാനാണെങ്കിൽ എന്തെങ്കിലും പുതിയ കഥ ഉണ്ടാക്കിക്കൊണ്ട്. ഞാൻ കഴിഞ്ഞ വർഷത്തെ കലണ്ടറാണെന്നോ? അപ്പൊ പിന്നെ നീ ആരാടി? നീ ഫെബ്രുവരിയിലെ 30-ാം തീയതിയാ. കാരണം അങ്ങനെ ഒരു തീയതിയില്ല. അതുകൊണ്ട് ആർക്കും ആ തീയതിയെ പറ്റി ഒരു ചിന്തയുമില്ല. നീ എന്തിനാടി എന്റെ ലൈഫിലേക്ക് കയറി വരുന്നത്? ഗോ 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 ഗോ. ഞാൻ പോയിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. നീയല്ലേ എന്നെ പിടിച്ചു നിർത്തിയത്. ഇവിടെ നിന്ന് നിന്നോട് സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇനി മെയിലിൽ എന്നെ പുറത്ത് വിളിക്കുന്നു.
നിനക്കിപ്പോ മനസ്സിലായല്ലോ, ഞാൻ മാത്രമേ കാണൂ നിന്നെ സഹായിക്കാൻ. നിങ്ങൾ ആരാ പറഞ്ഞ എന്നെ സഹായിക്കണമെന്ന്? എനിക്ക് നിന്റെ ഒരു സഹായം വേണ്ട. അതുപോലെ തന്നെ എന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണ്ട. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ എന്റെ ജീവിതത്തിൽ നിന്നെ പോലെ ഒരു കറിവേപ്പിലയുടെ ആവശ്യമില്ല. ഓ ഹലോ, നീ ആരോടാടി ഈ സംസാരിക്കുന്നേ? ഞാൻ ഒരു പെമ്പിളരുടെ പുറകെ പോവാറില്ല. പെമ്പിളാരെ എന്നെ തേടി ഇങ്ങോട്ടേക്ക് വരുന്നേ. കിരൺ നമ്പർ അത്രയ്ക്ക് സ്മാർട്ടാടി. ഓക്കെ, നീ എന്താടി വിചാരിക്കുന്നേ? നീ ഒരു പൂമൊട്ട് ഞാനൊരു പൂമ്പാറ്റയാണെന്നോ? അല്ലടി, ഞാൻ പൂമ്പാറ്റയാ, പക്ഷെ നീ പൂവല്ല, പൂമ്പൊടിയാ. ഓക്കെ, നീ അനാർക്കലി ആയതുകൊണ്ടൊന്നും അല്ല ഞാൻ നിന്നോട് മര്യാദയ്ക്ക് അങ്ങ് സംസാരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ നീ എന്നോട് കുറച്ചെന്നല്ല ഒരല്പം പോലും സംസാരിക്കാൻ വരണ്ടെന്ന്. ഞാൻ അങ്ങനെ ഒരു നിശബ്ദത നോക്കിയിരിക്കുവാണ്. എത്ര ദൂരെ ചെന്നാലും കിരൺ നമ്പ്യാരുടെ ശബ്ദം ഒരല്പം പോലും കയറി വരാത്ത. ഓ, അങ്ങനെ ഒരു നിശബ്ദതയ്ക്ക് വേണ്ടി വൃത്തികെട്ടവള്. ഓർമ്മയുണ്ടോടി, നീ എന്റെ ഒരു വട്ടുപിടിച്ച് ആരാധികയായിരുന്നു അന്ന്. ഈ കിരൺ നമ്പ്യാരെ കാണാൻ വേണ്ടി എന്റെ കാറിലും എന്റെ വീട്ടിലും പിന്നെ എന്റെ ബെഡ്റൂമിലൊക്കെ കയറി വന്ന സമയം നീ അങ്ങ് മറന്നുപോയോടി? എന്താ മറന്നുപോയോ? ഐ ഡോണ്ട് ബിലീവ് ദിസ്. സീരിയസ്ലി നീ ഇപ്പോഴും ആ പഴയ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കൊണ്ട് നിൽക്കുവാണല്ലേ? ഗ്രോ അപ്പ്. ഞാൻ വിചാരിച്ചത് നിന്റെ സ്വഭാവത്തിൽ കുറച്ചെങ്കിലും മാറ്റമൊക്കെ വന്നിട്ടുണ്ടാകുമെന്നാ. പക്ഷെ ഇത്രയും കാലമായിട്ട് നിനക്ക് ഇത്രയും പോലും പക്വത ആയിട്ടില്ലല്ലോ. വാവ് പ്രീത ആർക്കൽ, വാവ്. നീ വീഴാൻ പോയപ്പോ ഞാൻ നിന്നെ സഹായിച്ചില്ലേ? ഞാൻ വിചാരിച്ചു നീ എന്നെ താങ്ക്സ് പറയായിരിക്കുന്നു. താങ്ക്സ് പോയിട്ട് ഒരു കുന്തവും ഇല്ല. താങ്ക്സ്. മദ്യപിച്ചിട്ടുണ്ടോ നീ? ഇല്ലേ? പിന്നെ നീ മദ്യപിക്കാതെയാണ് ഇത്രയും ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നേ? ദൈവമേ, നോക്ക്, നീ ഒരു പാർട്ടി പോയാലും മദ്യപിക്കരുത്. നീ മദ്യപിക്കാൻ കൂടി ചെയ്താൽ നിന്റെ തലച്ചോറ് എവിടെയൊക്കെ ചെല്ലുമെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഒരു കാര്യം കൂടി, നീ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നൊന്ന് നിർത്ത്. അല്ല നിക്കം. വെള്ളമുണ്ടോ അതില്? ദയവ് ചെയ്ത് കുറച്ച് വെള്ളം കൊണ്ടുതരാവോ? ശരി മാഡം, ഇപ്പൊ കൊണ്ടുവരാം. താങ്ക് യു. എക്സ്ക്യൂസ് മീ സാർ, ഞാൻ വരുന്നു. ആന്റി, മോനെ, നീ എന്തിനാ എനിക്ക് വെള്ളം എടുത്തോണ്ട് വന്നത്? ഞാൻ വെയിറ്ററോട് പറഞ്ഞിരുന്നല്ലോ. മോൻ വെറുതെ ബുദ്ധിമുട്ടില്ല ആന്റി. അറിയോ? ഓക്കെ, ഞാൻ വെയിറ്ററോട് കൊണ്ടുവരാൻ പറഞ്ഞതാ, അയാള് കൊണ്ടുവന്നേനെ. അതിലൊന്നും ഒരു കാര്യമില്ല ആന്റി. ആന്റി എനിക്ക് എന്റെ അമ്മയെ പോലെ തന്നെയല്ലേ? പിന്നെ ആന്റി എന്നെ ഒരു മകനെ പോലെയാണ് കാണുന്നതെങ്കിൽ ഇതെന്റെ ഒരു കടമയും കൂടിയല്ലേ? നീ ശരിക്കും എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാ. നിന്റെ അമ്മ നിന്നെ വളരെ നന്നായിട്ടാ വളർത്തിയിരിക്കുന്നെ. നീ നിന്റെ കുടുംബത്തിൽ നിന്നും അതുപോലെ വളരെ നല്ല കാര്യങ്ങളാ പഠിച്ചിരിക്കുന്നതും. നീ നല്ല വ്യക്തിയാ മോനെ. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാ കാണുന്നത്. സത്യം പറയാലോ മോനെ, ഇന്നിവിടെ വന്നിരിക്കുന്ന ഈ പ്രമുഖ വ്യക്തികളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവരൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന്. ഞങ്ങൾക്കിപ്പോ ഇവരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് തന്നെ മോൻ ഞങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ഈ വലിയ കുടുംബത്തിന്റെ ഭാഗമാക്കിയത് കൊണ്ട് മാത്രമാ. ഇവരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമായിട്ടാ മോനെ കാണുന്നത്. അതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആന്റി ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ആന്റി ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ ഞാൻ എല്ലാ ക്രെഡിറ്റും എന്റെ മാതാപിതാക്കൾക്കാണ് നൽകുന്നത്. ഇങ്ങനെയാണ് അവരെന്നെ വളർത്തിയത്. ഞാൻ ആളുകളെ തരംതിരിച്ച് കാണാറേയില്ല. എനിക്ക് വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസവുമില്ല ആന്റി. ഒരു വ്യക്തിയുടെ സ്വഭാവം മാത്രം നോക്കിയിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ അയാളുടെ കുടുംബ പാരമ്പര്യം ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ശരിയല്ലേ? സത്യം, മോനെപ്പോലെയും പൃഥ്വിയെപ്പോലെയുള്ള വ്യക്തികളെ എന്റെ ജീവിതത്തിൽ കിട്ടിയതുകൊണ്ട് ഞാൻ വളരെ ഭാഗ്യവതിയാ മോനെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, ചോദിച്ചോളൂ. തെറ്റായിട്ടൊന്നും ധരിക്കില്ലല്ലോ? ഏയ്, എനിക്ക് എന്ത് തെറ്റ് തോന്നാനാ മോനെ? ഒരിക്കലും ഇല്ല. പ്രീതയ്ക്ക് വേണ്ടി പൃഥ്വിയുടെ കാര്യം ആന്റിയുടെ അടുത്ത് ആരാ റെക്കമെൻഡ് ചെയ്തേ? മിസ്സിസ് വാര്യർ അല്ലേ? അവര് ആ ചെമ്പൂരുള്ള മിസ്സസ് വാര്യർ, അവരാണ് പൃഥ്വിയെ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നത്. അത് അവർക്ക് നല്ല കൾച്ചറുള്ള ഒരു പെൺകുട്ടിയെ ആവശ്യമുണ്ടായിരുന്നു. അവൻ വളരെ റിച്ച് ഫാമിലിയുള്ള ആളാണ്. അവനെയും അവന്റെ മാതാപിതാക്കളെയൊക്കെ കണ്ടപ്പോ വളരെ നല്ലവരാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ ആ ബന്ധം ഉറപ്പിച്ചു. സത്യം പറഞ്ഞ പൃഥ്വിയും മോനെ പോലെ തന്നെ. ആന്റിക്ക് രോഹിത്തിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ എന്നെ പോലെ മറ്റൊരാളെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ തന്നെ പോരായിരുന്നോ?